നമസ്കാരം. വാർത്താവേള ആരംഭിക്കുകയാണ്. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. വടകര മണ്ഡലത്തിലെ ചിലയിടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ ആളുകൾ ചേരും. ആദ്യം കോട്ടയത്ത് നിന്ന് പ്രശാന്തിലേക്ക് പോരുന്നു. പ്രശാന്ത്, ഇനിയിപ്പോൾ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഏതായാലും പോളിംഗ് സാമഗ്രികളുടെ അടക്കം വിതരണം കോട്ടയത്തൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇന്ന് നിശബ്ദ പ്രചരണത്തെ അവസാനവട്ട വോട്ടുറപ്പിക്കലിന് ഏതൊക്കെ രീതിയിലാണ് മുന്നണികൾ പരിപാടികൾ തയ്യാറാക്കിയിരിക്കുന്നത്? നിശബ്ദ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ഓരോ വീടുകളിലും സ്ലിപ്പുകൾ എത്തിക്കാൻ വോട്ടർമാർക്ക് സംബന്ധിച്ച് പോളിംഗ് ബൂത്തിലേക്ക് ായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നണിയുടെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സാമഗ്രികൾ ഏറ്റുവാങ്ങി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ബൂത്തുകളിലേക്ക് പോവുകയാണ്. ജില്ലയിൽ രാവിലെ 9 മുതൽ 9 കേന്ദ്രങ്ങളിലെ ജില്ലയിലെ നിയമസഭാ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു വരികയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന എം ഡി സെമിനാരി സ്കൂളിൽ പ്രധാനമായിട്ടും ഏറ്റുമാനൂർ അതുപോലെ കോട്ടയം നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്യുന്നത്. ജില്ലയിൽ പ്രധാനമായും 9 അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പത്തനംതിട്ട മണ്ഡലത്തിന്റെ ഭാഗമുണ്ട്, ഒപ്പം മാവേലിക്കര മണ്ഡലത്തിന്റെ ഭാഗമുണ്ട്. അങ്ങനെ മൊത്തം 9 സാമഗ്രികളുടെ വിതരണ കേന്ദ്രമാണുള്ളത്. എന്തായാലും മുട്ടുസൂചി മുതൽ വോട്ടിംഗ് യന്ത്രം വരെയുള്ള സാധന സാമഗ്രികളാണ് വിതരണ കേന്ദ്രത്തിൽ കൈപ്പറ്റുന്നത്. ഇപ്പോൾ കൈപ്പറ്റി ഉച്ചയോടെ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് ബൂത്ത് ഉണ്ടാകും. വാഹനങ്ങൾക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കേണ്ട ഏകോപന ചുമതല അതത് തഹസിൽദാർമാർക്കാണ്. എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഏറ്റുമാനൂർ കോട്ടയം മണ്ഡലങ്ങളിലേതാണ്. കോട്ടയം എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിതരണം ചെയ്യുന്നത്. മറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ച് കടുത്തുരുത്തി മണ്ഡലത്തിലേത് പാല, അതുപോലെ പുതുപ്പള്ളിയിലേത് ബസേലിയസ് കോളേജ്, കോട്ടയത്തെ ബസേലിയസ് കോളേജിൽ നിന്നും, വൈക്കത്തേത് ആശ്രാമം സ്കൂൾ വൈക്കം, അതുപോലെ തന്നെ കാർമൽ പബ്ലിക് സ്കൂൾ പാല സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു വരികയാണ്. ജില്ലയിൽ പ്രത്യേകിച്ച് കോട്ടയം ലോക്സഭ 96 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. കോട്ടയം ജില്ലയിൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 മണ്ഡലങ്ങൾ ചേരുന്നുണ്ട്. ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്നത്, മാവേലിക്കര തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും പത്തനംതിട്ട മണ്ഡലത്തിലാണ്. ബാക്കി വരുന്ന 7 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോട്ടയം. പ്രത്യേകിച്ച് അതിൽ എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള പിറവം മണ്ഡലം സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴയിലാണ്. എന്തായാലും സാധന സാമഗ്രികൾ, അതായത് പോളിംഗ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. ശരി, കോട്ടയത്ത് നിന്നും ടി പി പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മറ്റ് മേഖലകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എറണാകുളത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചോ? പ്രധാനമായും എന്തൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങളാണ് പോളിംഗ് സാമഗ്രികൾക്ക് വിതരണത്തിനായി ഒരുക്കിയിട്ടുള്ളത്? മറ്റ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എങ്ങനെയാണ് എറണാകുളം മേഖലയിൽ നമുക്ക് മധ്യ കേരളത്തിൽ കാണാൻ കഴിയുന്നത്? മനു തന്നെ ആരംഭിക്കും. ഇത് ഉദ്യോഗസ്ഥർ നിലവിൽ വിവിധ ജില്ലയിൽ ഒട്ടാകെ 1251 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. അതിൽ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം. അപ്പോൾ ഇവിടേക്കുള്ള സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനായി ഓരോ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും ഓരോ വിതരണ കേന്ദ്രങ്ങൾ, അങ്ങനെയാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ 14 കേന്ദ്രങ്ങൾ ഉണ്ട്. അതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്, തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന മഹാരാജാസ് കോളേജ് സെന്ററിലാണ് ഉള്ളത്. ഇവിടെ ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് നമുക്ക് കാണാം. വരിവരിയായി അവർ നിൽക്കുകയാണ്. രാവിലെ നേരത്തെ തന്നെ എത്തിയിരുന്നു. 8 മണിയോടെ തന്നെ എല്ലാവരും ഈ കേന്ദ്രത്തിൽ എത്തിയിരുന്നു. ആദ്യം പേര് വിളിച്ച് ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടില്ലേ എന്നുള്ളത് പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഏറ്റുവാങ്ങാനായി ഈ സ്ട്രോങ് റൂമിന് സമീപം എല്ലാവരും വരി നിൽക്കുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ വിതരണം തുടങ്ങും. തുടർന്ന് അതാത് കേന്ദ്രത്തിലേക്ക്, പോളിംഗ് ബൂത്തുകളിലേക്ക് ഇവർ ഇത് ഇന്ന് തന്നെ കൊണ്ടുപോകും. ഉച്ചയോടെ ഒരുപക്ഷെ വൈകുകയാണെങ്കിൽ വൈകുന്നേരം ആകാനും സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. മുഴുവൻ വിതരണം ചെയ്ത് കഴിയും. അതിനുശേഷം പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകും. ആ നടപടികളാണ് ഇനി
ബാക്കിയുള്ളത്. ഈ ജില്ലയിൽ മാത്രം 14,052 ജീവനക്കാരാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് മാത്രം 10,768 പേരുണ്ട്. സ്വീകരണ കേന്ദ്രങ്ങളിൽ 1,212 സെക്ടർ ഓഫീസർമാരുണ്ട്. അവരെ സഹായിക്കാനായി 446 പേരുണ്ട്. മറ്റ് പ്രവൃത്തിക്കും ചെലവ് നിർണ്ണയത്തിന്റെയും ഭാഗമായി 351 പേരാണ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. പെരുമാറ്റച്ചട്ടം മാത്രം നിരീക്ഷിക്കാനായി 42 പേരുണ്ട്. അനധികൃത ഫ്ലക്സ് ബോർഡ്, പരസ്യം ബോർഡ് മാറ്റാനൊക്കെയായി 126 പേരുണ്ട്. റിട്ടേണിംഗ് ഓഫീസറെ സഹായിക്കാൻ 82 പേര്, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെ സഹായിക്കാൻ 745 പേർ. ഇങ്ങനെ ഇത്തരത്തിൽ ആണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം ജില്ലയിൽ 14,052 ജീവനക്കാർ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമായ 2 പാർലമെന്റ് മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, എറണാകുളവും ചാലക്കുടിയും. അതിൽ നേരത്തെ ഞാൻ കണക്കുകൾ പറഞ്ഞതുപോലെ എറണാകുളം മണ്ഡലത്തിൽ 1108 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷൻ ഉള്ളത് പറവൂർ നിയോജക മണ്ഡലത്തിലാണ്. പറവൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം 175 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അതുപോലെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലം എറണാകുളം ജില്ലയുടെ 4 നിയോജക മണ്ഡലങ്ങളും ഒപ്പം തൃശൂർ ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ്. ഇത് ഒട്ടാകെ ഈ 7 നിയോജക മണ്ഡലങ്ങളും ഉൾപ്പെടെ ചാലക്കുടിയിൽ 1182 പോളിംഗ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ തന്നെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷൻ ഉള്ളത്. 185 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട്. ഇവിടേക്കുള്ള സാമഗ്രികൾ വിതരണം അല്പസമയത്തിനകം തന്നെ ഈ സാമഗ്രികൾ ഈ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒപ്പം വലിയ സുരക്ഷയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 18 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 18 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 4179 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്നത്. ജില്ലയെ സംബന്ധിച്ച് ഇത്തവണ ഭിന്നശേഷി സൗഹൃദമായ പോളിംഗ് ബൂത്തുകളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേക സവിശേഷത. പ്രത്യേകിച്ച് PWD ആപ്പ് ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. ഈ ആപ്പിൽ ഭിന്നശേഷിക്കാർക്ക് ആർക്കൊക്കെയാണ് വാഹന സഹായം വേണ്ടത് തുടങ്ങിയ വിവരങ്ങളെല്ലാം ഇതിനകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളവർക്ക് വാഹനങ്ങൾ വിട്ടുകൊടുക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയാണ് ഇത്തവണ എറണാകുളം ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഏതായാലും ജില്ലയിൽ മൊത്തം 22,400 പുരുഷ വോട്ടർ 12 ലക്ഷം വോട്ടർമാരുമുണ്ട്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, തിരുവനന്തപുരത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏത് രീതിയിലാണ് പുരോഗമിച്ചിരിക്കുന്നത്? എന്തൊക്കെ തരത്തിലുള്ള വിപുലമായ സംവിധാനങ്ങളാണ് നാളത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? മനു, തീർച്ചയായും തിരുവനന്തപുരത്ത് കൃത്യമായ രീതിയിൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ഇവിടെ എനിക്ക് പിൻകാണുന്ന ഈ ദൃശ്യങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ സ്ട്രോങ് റൂം തുറന്ന് അവിടെ നിന്നും പോളിംഗിന് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് മെഷീൻ, അതായത് VVPAT അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കം EVM അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഈ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓരോ ബൂത്തുകളിലേക്ക് ഉള്ള പ്രിസൈഡിംഗ് ഓഫീസർമാർ എത്തിക്കൊണ്ട് ഇവിടെ നിന്നും കൃത്യമായ രീതിയിൽ സ്ലിപ്പ് സ്വീകരിച്ചുകൊണ്ടാണ് നൽകുന്നത്. ആ രീതിയിൽ കൃത്യമായ രീതിയിൽ അതിന്റെ വിതരണം പുരോഗമിക്കുകയാണ്. ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ ആകെയായിട്ടുള്ളത് 2715 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇവിടങ്ങളിലേക്കെല്ലാമായി കൃത്യമായ രീതിയിൽ ഇത് കൃത്യമായ വാഹനത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് ഓരോ ബൂത്തുകളിലേക്കും. തിരുവനന്തപുരം ജില്ലയിലായി നമ്മൾ പരിശോധിക്കുമ്പോൾ 2 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് വരുന്നത്. അതായത് തിരുവനന്തപുരം മണ്ഡലവും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലവും. ജില്ലയിൽ ആകെയായി ഈ 2 മണ്ഡലങ്ങളിലുമായുള്ള വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 27.12 ലക്ഷം വോട്ടർമാരാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ഇതിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 14.23 ലക്ഷം സ്ത്രീ വോട്ടർമാരും 12.9 പുരുഷ വോട്ടർമാരും 12.9 ലക്ഷം പുരുഷ വോട്ടർമാരുമുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് യുവാക്കളായിട്ടുള്ള, അതായത് കന്നി വോട്ടർമാരും ഇത്തവണ കൂടുതലാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. 46,441 പേരാണുള്ളത്. ഈ രീതിയിൽ കൃത്യമായ രീതിയിൽ ഭിന്നശേഷി സൗഹൃദം ഓരോ പോളിംഗ് ബൂത്തുകളും ആക്കുക, ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ പുരോഗമിച്ച് കൃത്യമായ രീതിയിൽ നടന്നു വരികയാണ്. ഒപ്പം തന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് പ്രശ്നസാധ്യതാ ബൂത്തുകളുടെ കാര്യമാണ്. പ്രശ്നസാധ്യതാ ബൂത്തുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഉള്ള പ്രശ്നബാധിത ബൂത്തുകൾക്കെല്ലാം കൃത്യമായ രീതിയിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്.
അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം അത് ആദ്യമായിട്ടാണ് ഈ രീതിയിൽ വരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഈ രീതിയിൽ ഏതായാലും ജില്ലയിൽ കൃത്യമായ രീതിയിൽ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം അത് സുഗമമായി പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലേക്കുള്ള എല്ലാ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണവും അത് ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയാകുന്നതായിരിക്കും. തുടർന്ന് അവ കൃത്യമായ രീതിയിൽ ഓരോ പോളിംഗ് ബൂത്തുകളിലും എത്തിച്ച് കൃത്യമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയായിരിക്കും അവിടെ ക്രമീകരിക്കുക. അതിനുശേഷമുള്ളത് നാളെ രാവിലെ 6 മണിക്കായിരിക്കും ഇവിടെ ഓരോ പോളിംഗ് ബൂത്തുകളും തുറക്കുക. അതിനുശേഷം കൃത്യം 6 മണിക്ക് തന്നെ പോളിംഗ് ബൂത്തുകളിൽ മോക്ക് പോൾ നടക്കുന്നതായിരിക്കും. അതിന്റെ തുടർന്ന് മാത്രമായിരിക്കും 7 മണി മുതൽ വോട്ടിംഗ് ആരംഭിക്കുക. ഏതായാലും 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടിംഗ് നടക്കുക. അതിനുശേഷം ഈ വോട്ടിംഗ് മെഷീനുകളെല്ലാം തന്നെ ഓരോ ജില്ലയിലും കേന്ദ്രീകരിച്ചിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി അവിടെ കൃത്യമായ രീതിയിൽ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ തന്നെയായിരിക്കും ഈ ബാലറ്റുകളും ഈ വോട്ടിംഗ് മെഷീനുകൾ എല്ലാം തന്നെ സൂക്ഷിക്കുക. മനു. ശരി, തീർച്ചയായും ഷീജ. ഒപ്പം തന്നെ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം കൂടിയാണല്ലോ. അവസാനവട്ട വോട്ടുറപ്പിക്കലിന്റെ തിരക്കിലാണ് മുന്നണികൾ. എങ്ങനെയാണ് ഇന്നത്തെ നിശബ്ദ പ്രചരണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത്? തീർച്ചയായും മനു, നമുക്കറിയാം കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് പരസ്യ പ്രചാരണത്തിന് സമാപനമായത്. അത് വലിയ ആവേശം സംസ്ഥാനത്ത് ഒന്നടങ്കമായി വിതറിക്കൊണ്ട് തന്നെയാണ് ആ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തിലൂടെ പരിസമാപ്തിയായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ദിനം മുഴുവനായി നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് സ്ഥാനാർത്ഥികൾക്ക്. ഏതായാലും ആ രീതിയിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഓരോ രാവിലെ മുതൽ തന്നെ എല്ലാവരും നിശബ്ദ പ്രചരണവുമായി ബന്ധപ്പെട്ട് അടുത്ത വീടുകൾ കേന്ദ്രീകരിച്ച് അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ ഒപ്പം തന്നെ ആരാധനാലയങ്ങൾ ആ രീതിയിൽ തന്നെയാണ് അവരുടെ നിശബ്ദ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകൾ കയറിയുള്ള ആ പ്രചാരണത്തിലൂടെ അവസാന വട്ടത്തിലും വോട്ടർമാരുടെ വോട്ട് ഒന്നുകൂടി ഉറപ്പിക്കുക അത് തന്നെയാണ് സ്ഥാനാർത്ഥികൾ ലക്ഷ്യമിടുന്നത്. ഏതായാലും മുന്നണികളും കൃത്യമായ രീതിയിൽ വോട്ടർമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ ഈ പറഞ്ഞതുപോലെ നിശബ്ദമായിട്ടാണെങ്കിലും കൃത്യമായ രീതിയിൽ പ്രചാരണ പരിപാടികളുമായി ഇന്നത്തെ ദിവസം മുഴുവൻ മുഴുകുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു. അതുകൂടി പൂർത്തിയായി കഴിയുമ്പോൾ ഏതായാലും കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം വിവിധ സെന്ററുകളിൽ നടക്കുകയാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ഒരിക്കൽ കൂടി പ്രശാന്തിലേക്ക്, കോട്ടയത്തേക്ക് പോവുകയാണ്. പ്രശാന്ത്, നമ്മൾ നേരത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, അതായത് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് ഇന്ന്. വളരെ ശക്തമായൊരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് കോട്ടയം എന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് ഇന്നത്തെ മുന്നണികളുടെ ഒരു സമഗ്രമായ ചിത്രം? കാരണം അവസാനവട്ട വോട്ടുറപ്പിക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് ഇനി കടന്നു പോകുന്നത്. മനു, 42 ദിവസം നീണ്ടുനിന്ന പ്രചരണങ്ങൾക്കും എല്ലാം തന്നെ 6 മണിയോടെ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക്, വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മുന്നണികളുടെ ഭാഗത്തുനിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നടക്കുന്നത് അത്തരത്തിൽ മുന്നണിയുടെ പ്രവർത്തകന്മാർ എല്ലാവരും സ്ലിപ്പുകളെല്ലാം തന്നെ എഴുതി തയ്യാറാക്കി എത്തിക്കുന്ന മണ്ഡലത്തിൽ പുരോഗമിക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥികൾ അവരുടെ പാർട്ടി ഓഫീസുകളും അതുപോലെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഏത് തരത്തിലേക്ക് എത്ര പേരെ അല്ലെങ്കിൽ എങ്ങനെ മറ്റു വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കാൻ സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് അവരുടെ ആലോചനകൾ നടക്കുന്നത്. സ്ഥാനാർത്ഥികളാകട്ടെ തങ്ങളുടെ സൗഹൃദങ്ങളെ എല്ലാവരെയും തന്നെ കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ വിശേഷങ്ങൾ അവരുമായി എല്ലാം തന്നെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ പൂർണ്ണമായും നിശബ്ദമായിട്ടുള്ളൊരു പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ തന്നെയും പരമാവധി ആളുകളെ എല്ലാവരും തന്നെ, വോട്ടർമാരെ എല്ലാവരും തന്നെ പോളിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ള സമഗ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നു വരുന്നത്. ശരി, ഏതായാലും ടി വി പ്രശാന്ത് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിശബ്ദ പ്രചരണം വളരെ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം. ആവേശകരമായ രീതിയിൽ തന്നെയാണ് നിശബ്ദ പ്രചരണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോളിംഗ് സാമഗ്രികളുടെ
വിതരണം നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. അതിന് നിരവധി ഉദ്യോഗസ്ഥരെ അടക്കം എല്ലാ കേന്ദ്രങ്ങളിലും വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളത്തെ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ആലത്തൂരിൽ കൊട്ടിക്കലാശത്തിനിടെ CPIM പ്രവർത്തകർ കല്ലെറിഞ്ഞ് രമ്യ ഹരിദാസിന് പരിക്കുപറ്റിയെന്ന പ്രചരണം പൊളിയുന്നു. കോൺഗ്രസുകാർ കല്ലെറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ പുറത്തുവന്നു. കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിയുമ്പോൾ ചതിക്കല്ലേട എന്ന് അലറി വിളിക്കുന്ന അനിൽ അക്കരെ MLA വീഡിയോയിൽ കാണാം. സിജു കണ്ണൻ ചേരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ നൽകാനായി. സിജു, ഇന്നലെ വ്യാപകമായ പ്രചരണമാണ് അഴിച്ചുവിട്ടത്. അതായത് CPIMകാർ കല്ലെറിഞ്ഞ് രമ്യ ഹരിദാസിന് പരിക്ക് പറ്റി എന്ന തരത്തിലുള്ള ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വ്യാജ പ്രചരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആലത്തൂർ എന്ന് പറയുന്നത്. നമ്മളത് കണ്ടതുമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാണംകെട്ട നാടകം പൊളിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതായത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിയുമ്പോൾ ചതിക്കല്ലേട എന്ന് അലറി വിളിക്കുന്ന അനിൽ അക്കരെ MLA നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ഇതേ അനിൽ അക്കരെ തന്നെയാണ് CPIMകാർ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ വാചക കസർത്ത് നടത്തിയതും. സിജു, എന്താണ് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ദൃശ്യങ്ങളിൽ നിന്ന്? മനു, മറ്റൊരു രാഷ്ട്രീയ നാടകം കൂടി തിരഞ്ഞെടുപ്പ് കാലത്ത് UDF നടത്തുന്ന മറ്റൊരു രാഷ്ട്രീയ നാടകം കൂടി പൊളിയുകയാണ്. കഴിഞ്ഞ ദിവസം ആലത്തൂരിൽ CPM പ്രവർത്തകർ വ്യാപകമായി ആക്രമണം അഴിച്ചുവിട്ടു എന്നായിരുന്നു ആ പ്രചരണം. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്നലെ 6 മണിയോടുകൂടി ആലത്തൂരിൽ കൊട്ടിക്കലാശം അവസാനിച്ചിരുന്നു. കൊട്ടിക്കലാശം UDFന്റെ കൊട്ടിക്കലാശം നടന്നത് ആലത്തൂരിലായിരുന്നു. ഈ സമയത്ത് കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം പിരിഞ്ഞു പോകാൻ പോലീസ് എല്ലാവരോടും ആവശ്യപ്പെട്ടു. ഈ സമയത്ത് UDF പ്രവർത്തകർ അവിടെ നിന്നും പറഞ്ഞ സമയത്ത് പിരിഞ്ഞു പോകാതെ നിന്നൊരു ചെറിയ സംഘർഷത്തിനിടയാക്കി. ഇതിനുശേഷം ഇവിടെ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ വ്യാപകമായി UDF പ്രവർത്തകർ ഈ മണ്ഡലത്തിലെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ UDF പ്രവർത്തകർ വ്യാപകമായി കല്ലെറിയുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ തന്നെയാണ് UDF നടത്തിയ രാഷ്ട്രീയ നാടകത്തിന് തെളിവ്. ഈ റോഡരികിലുണ്ടായിരുന്ന കടകളുടെ ബോർഡുകളും ഉൾപ്പെടെ നശിപ്പിക്കാൻ ശ്രമിച്ചതോടെ ചെറിയ സംഘർഷത്തിനിടയാക്കി. മറ്റൊരു CCTV ദൃശ്യങ്ങൾ കൂടി പീപ്പിൾ TV പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായി ആക്രമണത്തിന്റെ ഒരു തുടക്കം നമുക്ക് കാണാൻ കഴിയും. അതിൽ ആദ്യഘട്ടത്തിൽ ഈ ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നതിനിടയിൽ വ്യാപകമായി ഈ LDF പ്രവർത്തകർക്ക് നേരെ കല്ലെറിയുന്നു. ഈ കല്ലേറ് നടത്തുന്നതിന് ആദ്യം നേതൃത്വം കൊടുത്തത് ആലത്തൂർ കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് പാളയം പ്രദീപാണ്. പാളയം പ്രദീപിനെ വ്യക്തമായി മനസ്സിലാവുന്ന CCTV ദൃശ്യങ്ങൾ കൂടി നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പമാണ് കോൺഗ്രസ് നാടകം പൊളിക്കുന്ന മറ്റൊരു ദൃശ്യം കൂടി നമ്മൾ പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങളുടെ ഒരു പ്രത്യേകത, ഇത് കോൺഗ്രസിന്റെ
സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും അതോടൊപ്പം തന്നെ അനിൽ അക്കരയും സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. അതിൽ നിന്ന് കൃത്യമായി കല്ലെറിയുന്ന കോൺഗ്രസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം അനിൽ അക്കര നടത്തുന്നത് കണ്ടു. ഈ മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ കാണണം. UDF സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന്റെ പിന്നിൽ നിന്നാണ് ഇവർ LDF പ്രവർത്തകർക്ക് നേരെ കല്ലെറിയുന്നത്. സ്വാഭാവികമായും ആ കല്ല് UDFകാരുടെ വാഹനത്തിലടക്കം ഈ കല്ല് പതിച്ചു, പോലീസുകാരുടെ ദേഹത്ത് ഈ കല്ല് പതിച്ചു. ഈ സംഭവത്തിൽ ഇവരുടെ ആക്രമണത്തിൽ ആലത്തൂർ MLA പ്രസേനൻ ഉൾപ്പെടെ 4 LDF പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. അതോടൊപ്പം തന്നെ 2 പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ AR ക്യാമ്പിൽ നിന്ന് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി എത്തിയ ഒരു പോലീസുകാരനും പരിക്കേറ്റിരുന്നു. ഇതിന് ശേഷമാണ് UDFന്റെ രാഷ്ട്രീയ നാടകം നടത്തുന്നത്. ഈ ആക്രമണങ്ങളെല്ലാം തന്നെ സമാധാനപരമായി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നിരുന്ന ഒരു സ്ഥലത്ത് ആക്രമണം അഴിച്ചു വിട്ട ശേഷം പിന്നീടാണ് UDF രാഷ്ട്രീയ നാടകം കളിക്കുന്നത്. അതിനുശേഷം ഈ സംഘർഷത്തിന് ഒരു അയവ് വന്നതിന് ശേഷം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനും തനിക്കും പരിക്ക് പറ്റി എന്ന പേരിൽ അനിൽ അക്കര ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു. എന്നാൽ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ഇവർക്ക് സാരമായ പരിക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ CPM ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന തരത്തിൽ ഇവർ ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. നമുക്ക് ഈ 2 ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്ന് നമ്മൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ, പാളയം പ്രദീപ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന CCTV ദൃശ്യങ്ങൾ, അതിൽ കൃത്യമായി പാളയം പ്രദീപിനെ വ്യക്തമാകുന്നുണ്ട്. അവിടെ നിന്നാണ് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പിന്നീട് കോൺഗ്രസുകാർ മാറി നിന്ന് ഈ UDF സ്ഥാനാർത്ഥി സഞ്ചരിച്ച വാഹനത്തിന്റെ പിന്നിൽ നിന്ന് വ്യാപകമായി കല്ലെറിയുന്ന ദൃശ്യങ്ങൾ, അത് തടയാൻ അനിൽ അക്കര ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ, ഈ 2 ദൃശ്യങ്ങളിൽ നിന്നും UDF നടത്തിയ രാഷ്ട്രീയ നാടകമായിരുന്നു ഇന്നലെ ആലത്തൂരിൽ നടന്നത് എന്നാണ് കൃത്യമായും തെളിവ് സഹിതം നമുക്ക് വ്യക്തമാകുന്നത്. മനു. തീർച്ചയായും സിജു, ഒരുപക്ഷെ പണ്ട് നമ്മൾ ഈ KSUവിന്റെ ഒക്കെ സമരത്തിൽ കാണാറുണ്ട്, ഇവർ ഈ ചുവന്ന മഷിക്കുപ്പി ദേഹത്തൊഴിച്ച് ചോര വീണു എന്നൊക്കെ പറഞ്ഞ് നാടകം കളിക്കുന്നത്. ആ ഒരു നിലവാരത്തിനപ്പുറത്തേക്കൊന്നും കോൺഗ്രസിലെ നേതാക്കൾക്ക് പോലും വളരാൻ കഴിയുന്നില്ല എന്നാണ്. അത്തരത്തിലുള്ള നാടകങ്ങൾ മാത്രമാണ് ഇപ്പോഴും കയ്യിലുള്ളത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനിൽ അക്കരയെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ പെരുമാറ്റം അല്ലെങ്കിൽ മോശമായ രീതിയിൽ വ്യാജ പ്രചരണം നടത്തുന്നത് ഇതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കൃത്യമായും രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് തേടേണ്ട ഒരു വലിയ ഒരു തിരഞ്ഞെടുപ്പിൽ, ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ മറ്റു തരത്തിൽ ആക്രമണം ഉണ്ടായി എന്ന തരത്തിലടക്കം വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടാണ് UDF നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ CPM ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, അതോടൊപ്പം തന്നെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പരിക്കേറ്റ ആലത്തൂർ MLA ഉൾപ്പെടെയുള്ളവരെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം കൃത്യമായി CPMന്റെ നിലപാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ വിശദീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് തേടേണ്ട സ്ഥലത്ത് രാഷ്ട്രീയ നാടകമാണ് UDF കളിക്കുന്നത്. ഒരു തരത്തിലുള്ള സംഘർഷത്തിനും CPM അവിടെ മുൻകൈ എടുത്തിട്ടില്ല. കൃത്യമായും UDF നടത്തിയ ആക്രമണമായിരുന്നു. ഈ രാഷ്ട്രീയ പാപ്പരത്തമാണ് ഇവർ ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നതിന് കാരണമെന്ന് CPM ഇക്കാര്യത്തിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള അന്വേഷണത്തിനും നടത്തുന്നതിനെയും CPIM സ്വാഗതം ചെയ്യുന്നു എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ആരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് CPMന്റെ നിലപാട്. നമുക്ക് കൃത്യമായി ഈ ദൃശ്യങ്ങളാണ് തെളിവ്. കാരണം ഇന്നലെ മാധ്യമങ്ങളിലടക്കം, ദൃശ്യമാധ്യമങ്ങളിലടക്കം ഇന്നലെ വൈകുന്നേരം മുതൽ വന്നുകൊണ്ടിരുന്ന വാർത്ത CPIM വ്യാപകമായി സിജു ഒന്ന് തുടരുക. സിജു, നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി, അത് എന്താണ് സംഭവിച്ചതെന്ന് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കണ്ട് മനസ്സിലാക്കാം. അതിനുശേഷം ഞാൻ സിജുലേക്ക് വരാം.
സിജു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സിജു, തീർച്ചയായും നമ്മൾ വീണ്ടും ആ ദൃശ്യങ്ങൾ കാണുന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒരു നാടകം മനോഹരമായി പൊളിഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ. കാരണം സിജു നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന്റെ പുറകിൽ നിന്നാണ് ഈ കല്ലേറ് വരുന്നത്. ആ ദൃശ്യങ്ങളിൽ ഒരിടത്തും എതിർഭാഗത്ത് നിന്ന് ഈ സ്ഥാനാർത്ഥിക്ക് നേരെ ഒരു കല്ലേറ് വരികയോ അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നതിനെ കുറിച്ച് ഒന്നും കാണുന്നില്ല. സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന്റെ പുറകിൽ നിന്ന് പ്രവർത്തകർ കല്ലെടുത്തെറിയുന്നു. അനിൽ അക്കരെ MLA ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ചതിക്കല്ലേടാ ചതിക്കല്ലേടാ എന്ന് അലറി വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. സമീപത്തെ കടകളിലെ CCTV ദൃശ്യങ്ങളിലാണോ ഇതെല്ലാം പതിഞ്ഞിരിക്കുന്നത്? അതാണോ സംഭവിച്ചത് സിജു? മനു, ഈ രണ്ട് ദൃശ്യങ്ങളാണ് നമ്മൾ ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് തെളിയിക്കാൻ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യ ദൃശ്യം ഒരു CCTV ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് അത് തൊട്ടടുത്ത് നിന്ന് നമുക്ക് ലഭിച്ച CCTV ദൃശ്യമാണ്. ഈ സംഘർഷം എങ്ങനെ ഉണ്ടായി, ഈ സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതാണ് ആ CCTV ദൃശ്യങ്ങളിലൂടെ നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസുകാർ ഈ ആക്രമണയ്ക്ക് ശേഷം പ്രകടനമായിക്കൊണ്ട് പോകുന്ന സമയത്ത് റോഡരികിലുള്ള കടകളുടെ ബോർഡുകളും പ്രചാരണ ബോർഡുകളും അടക്കം തകർക്കാൻ ശ്രമിക്കുന്നതടക്കം ആ CCTV ദൃശ്യങ്ങളിലുണ്ട്. ഇതാണ് സംഘർഷത്തിന്റെ ആദ്യ തുടക്കം. ആ സംഘർഷത്തിന്റെ അതിനുശേഷം പോലീസ് ഇവരെ ഇടപെട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കൃത്യമായി ആ CCTV ദൃശ്യങ്ങളിൽ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പാളയം പ്രദീപാണ്. പാളയം പ്രദീപ് ഈ സംഘർഷം നടക്കുന്ന ചെറിയ രീതിയിലുള്ള പോലീസുമായി സംഘർഷം നടക്കുന്നതിന്റെ മുൻനിരയിൽ നിന്ന് ഈ പിന്നിലേക്ക് വന്ന് റോഡരികിൽ നിന്ന് കുനിഞ്ഞ് ഒരു കല്ലെടുത്തതിന് ശേഷം LDF പ്രവർത്തകർക്ക് നേരെ എറിയുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി വ്യക്തമാണ്. പാളയം പ്രദീപ് കല്ലേറിന് തുടക്കം കുറിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആലത്തൂരിലെ കോൺഗ്രസ് നേതാവാണ്. ഈ പാളയം പ്രദീപ് കല്ലേറിന് തുടക്കം കുറിച്ചതോടുകൂടി മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ കൂടി സമീപത്ത് നിന്ന് കല്ലുകളെടുത്ത് എറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടെയാണ് പോലീസ് ഇവർക്ക് നേരെ ലാത്തി വീശുന്നതും ഈ കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതും. ഇനി നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന രണ്ടാമത്തെ വീഡിയോ, അനിൽ അക്കരെ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ തെളിയുന്ന രണ്ടാമത്തെ വീഡിയോ, ഇവിടെ നിന്ന് ഈ പോലീസ് ലാത്തി വീശിയപ്പോൾ ഓടിയ പ്രവർത്തകർ നേരെ പോയി നിൽക്കുന്നത് UDFന്റെ വാഹന വ്യൂഹത്തിന് പിന്നിലാണ്. വാഹന വ്യൂഹത്തിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും അനിൽ അക്കരയും ഉൾപ്പെടെയുള്ളവരുള്ള ആ വാഹന വ്യൂഹത്തിന് പിന്നിൽ നിന്ന് കടകൾക്ക് അരികിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് കല്ലുകൾ ശേഖരിച്ച് എറിയുന്ന ഒരു ദൃശ്യങ്ങളാണ് അതിലുള്ളത്. ഈ സമയത്താണ് പെട്ടെന്ന് വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എന്നതുകൊണ്ട് അനിൽ അക്കര ചതിക്കല്ലേ എന്നുൾപ്പെടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ലെന്ന് മാത്രമല്ല വ്യാപകമായ ആക്രമണം LDF പ്രവർത്തകർക്ക് നേരെ നടത്തുന്നു എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി വ്യക്തമാകുന്നത്. അനിൽ അക്കരയ്ക്ക് തന്നെ ഈ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. കാരണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി അനിൽ അക്കര ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഈ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി ആക്രമണം അഴിച്ചുവിടുന്നതും ആദ്യം കാണിച്ച CCTV ദൃശ്യങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണത്തിന് തുടക്കം കുറിച്ചത്, വ്യാപകമായി സംഘർഷം ഉണ്ടാക്കിയത് എന്നുൾപ്പെടെ ആദ്യ ദൃശ്യങ്ങളിൽ നിന്നും രണ്ടാമത്തെ ദൃശ്യങ്ങളിൽ നിന്ന് ഈ ആക്രമണത്തിന്റെ ഒരു തീവ്രതയും നമുക്ക് വ്യക്തമാവുന്നതാണ്. എന്നിട്ടും ഈ സംഭവത്തിന് ശേഷമാണ് പിന്നീട് UDFന്റെ രാഷ്ട്രീയ നാടകം നടക്കുന്നത്. ആലത്തൂർ സ്വാഭാവികമായും ആലത്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ CPMന്റെയും അതോടൊപ്പം തന്നെ LDFന്റെയും ഒരു വ്യക്തമായ ഒരു മേൽക്കൈയുള്ള പ്രദേശമാണ്. പക്ഷേ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇവിടെ UDF പ്രകടനത്തിന് നേരെ ആക്രമണം നടന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണമാണ് നടത്തിയത്. ഉടൻ തന്നെ ഈ സംഘർഷത്തിന് ഒരു അയവ് വന്നതിന് പിന്നാലെ അനിൽ അക്കരയും രമ്യ ഹരിദാസും ഇവിടെ തൊട്ടടുത്തുള്ള ഏതാണ്ട് ഒരു 500 മീറ്റർ അപ്പുറത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി അവിടെ ചികിത്സ തേടുകയായിരുന്നു. തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുകയും അതായത് മാരകമായ രീതിയിൽ പരിക്ക് പറ്റി എന്ന രീതിയിൽ ഒരു ദയനീയമായ സാഹചര്യം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു സഹതാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. സത്യത്തിൽ ആശുപത്രിയിലെ പരിശോധനയിൽ അത്തരത്തിൽ ഗുരുതരമായ പരിക്കുകളില്ല അല്ലെങ്കിൽ സാരമായ പരിക്കുകളില്ല എന്നാണോ അറിയാൻ കഴിഞ്ഞത്? എന്താണ് അവിടെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ? ഇവിടെ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി നമുക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നു. ഈ രണ്ടുപേർക്കും പരിക്കേറ്റു എന്ന രീതിയിൽ ആശുപത്രിയിൽ പ്രവേശിച്ച രണ്ടുപേർക്കും
ഒരു തരത്തിലുള്ള പരുക്കും നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള പരുക്കും ഉണ്ടായിരുന്നില്ല. ഈ സംഘർഷം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പരിക്ക് പറ്റി എന്ന രീതിയിൽ ആശുപത്രിയിൽ എത്തുന്നത്. സ്വാഭാവികമായും രമ്യ ഹരിദാസിന് ശാരീരികമായ അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സ നൽകി എന്ന വിവരമാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അനിൽ അക്കരക്കാകട്ടെ ഒരു തരത്തിലുള്ള പരിക്കോ മറ്റ് ശാരീരിക അസ്വസ്ഥതകളോ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞങ്ങൾ ഈ രണ്ട് പരിക്കേറ്റ CPM പ്രവർത്തകർ ഉള്ള ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ഈ രമ്യ ഹരിദാസും അനിൽ അക്കരയുള്ള ആശുപത്രിയിലും നേരിട്ടെത്തി കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. ഇവർക്ക് ഒരു തരത്തിലുള്ള പരിക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഘർഷങ്ങളെല്ലാം ഉണ്ടാക്കിയ ശേഷം ഇത് കൃത്യമായി അനിൽ അക്കരയ്ക്ക് തന്നെ ബോധ്യപ്പെടുന്ന തെളിവുകളാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ വ്യാജമായി ഉണ്ടാക്കിയ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് പോലും സാധിക്കാൻ കഴിയാത്ത രീതിയിൽ UDF ഈ രാഷ്ട്രീയ നാടകത്തിന് പിന്നിൽ പ്രതിരോധത്തിലാവുകയാണ്. കാരണം ഇത് നമ്മൾ രണ്ടാമത് അനിൽ അക്കരയുടേത് ഉൾപ്പെടെ കൊടുക്കുന്ന വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്ന് പകർത്തപ്പെട്ട ഒരു വീഡിയോ ആണ്. വാഹനത്തിൽ നിന്ന് ഈ സ്ഥാനാർത്ഥിയുടെ പര്യടനം ഉൾപ്പെടെ പകർത്തുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പകർത്തിയ ഒരു ദൃശ്യമാണ് അനിൽ അക്കരെ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ തെളിയുന്ന ആ വീഡിയോ. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവാണ്. UDF തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ രാഷ്ട്രീയ നാടകമാണ് ആലത്തൂരിൽ കളിച്ചത് എന്ന് വ്യക്തമാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി സിജു, ഞാൻ സിജുവിലേക്ക് വളരെ വേഗം തിരികെ എത്താം. ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് ചെറിയൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ ഈ വാർത്തയിലേക്കും സിജുവിലേക്കും തിരികെ എത്താം. ആലത്തൂരിൽ കൊട്ടിക്കലാശത്തിനിടെ CPIM പ്രവർത്തകരുടെ കല്ലറിൽ പരിക്കേറ്റു എന്നായിരുന്നു രമ്യ ഹരിദാസും അനിൽ അക്കരെ അടക്കമുള്ളവർ ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടക്കം ആളുകൾക്കിടയിലേക്ക് പറഞ്ഞു പരത്തിയത്. എന്നാൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നതിന്റെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കല്ലേറുണ്ടാകുന്നത് സ്ഥാനാർത്ഥിയുടെ പുറകിൽ അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പുറകിൽ സഞ്ചരിക്കുന്ന അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. അവർ തന്നെ മറുഭാഗത്തേക്ക് കല്ലേറ് നടത്തുന്നു. മാത്രമല്ല അവിടുത്തെ കടകൾക്കെതിരെ അടക്കം ആക്രമണം നടത്തുന്നതിന്റെയും വ്യക്തമായ ദൃശ്യങ്ങൾ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഏതായാലും ഒരിക്കൽ കൂടി അത്തരത്തിലുള്ള ഒരു നെറികെട്ട നാടകം കോൺഗ്രസിന്റെ UDFന്റെ പൊളിഞ്ഞു വീഴുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. തൃകീയ വാർത്തയിലേക്ക് തന്നെ വരികയാണ്. ആലത്തൂരിലെ കൊട്ടിക്കലാശത്തിനിടെ CPIM പ്രവർത്തകരുടെ കല്ലേറിൽ പരിക്കേറ്റു എന്നായിരുന്നു രമ്യ ഹരിദാസും അനിൽ അക്കരയും അടക്കമുള്ളവർ പറഞ്ഞത്. എന്നാൽ എന്താണ് സത്യാവസ്ഥയെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ആ കല്ലേറ് നടത്തിയത് UDF സ്ഥാനാർത്ഥിയുടെ തൊട്ടുപുറകിൽ നിൽക്കുന്ന അവരുടെ പ്രവർത്തകർ തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കാണാം. Yeah!
ഈ വാർത്തയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ തിരികെ എത്താം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കളക്ടർ കെ വാസുകി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോയ ശേഷം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷനും പിന്നെ അതുപോലെ തന്നെ EVM VVPATയുടെ ഡിസ്ട്രിബ്യൂഷനും കൃത്യമായിട്ട് നടക്കും. എന്തായാലും ഉച്ചയ്ക്ക് മുൻപ് നമ്മുടെ പോളിംഗ് പാർട്ടീസ് എല്ലാവരും തന്നെ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ആകും. ആൻഡ് 3-4 മണി ആകുമ്പോഴത്തേക്കും എല്ലാവരും അവരവരുടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിയും. ഓക്കെ, ഈ VVPATuള്ളതുകൊണ്ടേ പോളിംഗിന് നാളെ കൂടുതൽ സമയമെടുക്കുമെന്നാണ് വിലയിരുത്തൽ. സാധാരണ അങ്ങനെയില്ല. VVPAT ഉള്ളത് കൊണ്ട് ഒരു കൂടുതൽ സമയം ഉണ്ടാവില്ല. ബിക്കോസ് ജസ്റ്റ് ഒരു എക്സ്ട്രാ കണക്ഷൻ മാത്രമേ ഉള്ളൂ. മോക്ക് പോൾ ചെയ്യുന്നത് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് 6 മണിക്ക് തന്നെ തുടങ്ങും. സോ 6 മണിക്ക് ഞങ്ങൾ 5:30ക്ക് തന്നെ എല്ലാ കണക്ഷൻസും റെഡിയാക്കി വെച്ചിട്ട് 6 മണിക്ക് തന്നെ മോക്ക് പോൾ തുടങ്ങുകയും 7 മണിക്ക് കൃത്യമായിട്ട് പോളിംഗിലേക്ക് പോകും. ഇന്നലെ ഈ കുട്ടികലാശത്തിന് ശേഷം റൂറൽ മേഖലയിൽ ചില സ്ഥലങ്ങളിൽ സംഘർഷം കടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടോ? സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ആക്കിയിട്ടുണ്ടോ? സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ഒരു ശ്രദ്ധപൂർവ്വം ചെയ്തിട്ടുണ്ട്. ഒരുപാട് മീറ്റിങ്ങുകൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ പോലീസ് ഒബ്സർവേഴ്സിനോടും നമ്മൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പോളിംഗ് സമയത്ത് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും സൗഹൃദമായിട്ട് സഹായിക്കണമെന്ന് ഒന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ബിക്കോസ് ഇത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ആയിരിക്കും. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. എല്ലാ രീതിയിലും നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നേരത്തെ തന്നെ മുൻകൂടി എല്ലാ കരുതലും കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ പോളിംഗ് സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സെൻസിറ്റീവ് ബൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിൽ 700ഓളം ബൂത്ത്സുകളാണ് ഉള്ളത്. അവിടെ എക്സ്ട്രാ പോലീസ് ഫോഴ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ എക്സ്ട്രാ പോലീസ് ഫോഴ്സ് ഉണ്ട്, CPF ഉണ്ട്. പിന്നെ ഉള്ളത് വെബ്കാസ്റ്റിംഗ്, എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ വെബ്കാസ്റ്റിംഗ് നമ്മൾ വെച്ചിട്ടുണ്ട്. 132 സ്ഥലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. 129 സ്ഥലങ്ങളിൽ മൈക്രോ ഒബ്സർവേഴ്സ് വെച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. നമ്മൾ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അടുത്തുള്ള സ്ഥലങ്ങൾ ഈ കുപ്പിവെള്ളം, പ്ലാസ്റ്റിക് തോരണങ്ങൾ അത് നാളെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ടോ? ഈ ഹരിതചട്ടം പാലിക്കുന്നുണ്ടോ എന്ന്? ഹരിതചട്ടം പാലിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിക്കും മോർ ലൈക്ക് ആൻ അവയർനെസ് റാദർ ദാൻ ആൻ എൻഫോഴ്സ്മെന്റ്. അപ്പോൾ ഇതൊരു അഭ്യർത്ഥനയാണ്. ബിക്കോസ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി സാമഗ്രികളും അതിൽ ഒരുപാട് പൊല്യൂഷനും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് കുപ്പിവെള്ളമോ അല്ലത് എന്താ പറയുക ഫുഡ് പാക്കറ്റ്സ് ഒന്നും തന്നെ നോൺ ബയോഡിഗ്രേഡബിൾ ഫുഡ് പാക്കറ്റ്സോ ഇതൊന്നും തന്നെ അതുപോലെ തന്നെ നോൺ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ലൈനിങ് ഉള്ള പേപ്പർ കപ്സ് ഇതെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ പകരം നമ്മൾ വെള്ള വിതരണം ചൂടുവെള്ളമോ അല്ലെങ്കിൽ ബബിൾ ടോപ്പ് വഴിയോ അതുപോലെ തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് യൂഷ്വലി ഈ ബുഫേ സിസ്റ്റം പോലെ കുടുംബശ്രീ വഴി അവർക്ക് പ്ലേറ്റ്സിലും അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതേ രീതിയിൽ എല്ലാവരും സഹായിക്കണമെന്നാണ് പറയുന്നത്. വെള്ളം പര്യാപ്തമായിട്ട് പോളിംഗ് ബൂത്ത്സിലേക്ക് ഉണ്ട്. സോ കുപ്പിവെള്ളം കൊണ്ടുവരണ്ട എന്ന് ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. അത് പരിശോധിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു സാമ്പിൾ പരിശോധന ഇന്നലെ ചെയ്തതാണ്. സോ അതിലെ അവർ 1 ലക്ഷത്തോളം അവർ CD എക്സൽ ഷീറ്റിൽ കൊടുത്ത് അല്ലാതെ അതിനകത്ത് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അത് മിക്കവാറും ആൾക്കാർ വേറെ ആൾക്കാർ തന്നെയാണ്. സോ ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, വളരെ കുറവാണ്. സോ അതിനു വേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. സോ അത് പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിലും ഉണ്ടാവും. സോ ഒരിക്കലും ബോഗസ് വോട്ടിംഗ് നടക്കില്ല. ഓക്കെ, താങ്ക് യു. ജില്ലാ കളക്ടർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ വാസുകിയാണ് മാധ്യമങ്ങളെ കണ്ടത്. തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് വാസുകി മാധ്യമങ്ങളെ കണ്ടത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം സജീവമായി തന്നെ നടക്കുന്നു. ഉച്ചയോടെ എല്ലാം പൂർത്തിയാകും. അതിനുശേഷം ഉദ്യോഗസ്ഥരെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് പോകും. നാളെ രാവിലെ 6 മണിക്ക് തന്നെ മോക്ക് പോളിംഗ് നടക്കും. 5:30 തന്നെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവിടെ റെഡിയാകും. സുരക്ഷാ സംവിധാനങ്ങളെല്ലാം വളരെ കർശനമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ 800ഓളം പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കർശനമായ രീതിയിൽ തന്നെ കർക്കശമായ രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള പോലീസ് ഫോഴ്സുകൾ മറ്റ് സേനാ വിഭാഗങ്ങളുടെ ഒക്കെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. യാതൊരുവിധ ആശങ്കകളും ഇല്ലാതെ ഏറ്റവും സുഗമമായ രീതിയിൽ ആളുകൾക്ക് വോട്ട് ചെയ്ത് മടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സഹകരണങ്ങളും ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർ തേടിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.